CPM സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് പിന്നീട് LDF ചേർന്ന് നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിലും നമ്മൾ നേരത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഏതാനും നിയോജകമണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നടത്തിയത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ഇടതുപക്ഷ അനുകൂല അന്തരീക്ഷമുണ്ട്. ഇടതുപക്ഷം വളരെ മികവാർന്ന തരത്തിലുള്ള അനുഭവ സമ്പത്തുള്ള ഒരു നേതൃത്വ നിരയെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും വലിയ സ്വീകാര്യതയോടുകൂടി ആ സ്ഥാനാർത്ഥികളെ കേരളീയ സമൂഹം അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ UDF വലിയ തോതിൽ അവസരവാദപരമായ നിലപാടുകൾ സ്വീകരിച്ചതിനെ തുടർന്ന് അവർക്കുണ്ടായിട്ടുള്ള പ്രതിസന്ധികളുണ്ട്. സാധാരണ UDF പ്രതിസന്ധി രൂപപ്പെടുന്ന കൂട്ടർ കോൺഗ്രസിലായിരിക്കും സാധാരണ ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തിയാൽ അത് പ്രതിസന്ധിയായിട്ട് മാറും. എന്നാൽ ഇത്തവണത്തെ ഒരു പ്രത്യേകത, പാണക്കാട്ടിൽ നിന്ന് ഒരാൾ പ്രഖ്യാപിച്ചാൽ പിന്നെ ചോദ്യം ചെയ്യപ്പെടില്ല എന്നുള്ള ഒരു സാഹചര്യം സാധാരണയായിട്ട് നമ്മൾ കേട്ടുപോരുന്ന ഒരു കാര്യമാണ്. അതത്ര സത്യമല്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷേ കേട്ടുപോന്നിരുന്നൊരു കാര്യം അവിടുന്ന് ഒരു തീരുമാനം വന്നിരിക്കുന്നു, പിന്നെ അതിന്മേൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഇത്തവണത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കൂടെ സുദീർഘമായ ഒരു പ്രവർത്തന സൗഹൃദത്തിലൂടെ കോൺഗ്രസിൻ്റെ ചില സൽഗുണങ്ങൾ സ്വാഭാവികമായിട്ടും ലീഗിലേക്ക് വരുമല്ലോ. അതുകൊണ്ട് കോൺഗ്രസിനെ പോലെ തന്നെയാണ് ലീഗും എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില ചലനങ്ങളും ഇത്തവണത്തെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി രൂപപ്പെട്ടിരിക്കുകയാണ്. അല്ല, അതിപ്പോൾ നമ്മൾ സൂക്ഷ്മതലത്തിൽ നമ്മളിത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ UDF രൂപം കൊണ്ടിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇപ്പോൾ ലീഗിൽ വ്യാപിച്ചതിനെ തുടർന്ന് അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. ഇത് അതൃപ്തി രേഖപ്പെടുത്തി ഞാൻ അംഗീകരിച്ചല്ലോ. ബാക്കിയുള്ളതൊന്നും ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം അല്ല, അങ്ങനെ പിന്നെ എന്താ ഈ പറയുന്നത്, അവരൊക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ലേ. അവരവരെ അസംതൃപ്തി രേഖപ്പെടുത്തി തന്നെ വലിയ ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ, ലീഗിനെ കേരളീയ പൊതുസമൂഹത്തിൽ മുസ്ലിം ലീഗിൻ്റെ നയങ്ങളെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെപ്പോലെ പ്രതിരോധിച്ച ഒരാളിൽ ആ നയങ്ങളെ മുസ്ലിം ലീഗിനെതിരായി വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുകയും ലീഗിന് അനുകൂലമായി ഏത് കാര്യങ്ങളെയും ഏതളവ് വരെയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ലീഗ് നേതാവാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. അത് നമ്മൾ മനസ്സിലാക്കാതെ പോരുത്. അത് MLA ആയിട്ടുണ്ട്. MLA ആവുക മാത്രമല്ല, ലീഗിൻ്റെ പ്രയാസം ഉണ്ടായ ഘട്ടങ്ങളിൽ, ലീഗ് ഡിഫെൻസീവിലും ബാക്ക് ഫുട്ടിലും ഇരുന്ന ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ച് മുസ്ലിം ലീഗിൻ്റെ വക്താവായി കേരളീയ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ളതാണ്. അദ്ദേഹം അസംതൃപ്തനായി എന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. അല്ല, അത് ഞാനിപ്പോൾ പറയാൻ പാടില്ല. അതൊക്കെ അദ്ദേഹം ഒരു പിന്നെ അതൊരു സത്യമാണ്. ഒരുപാട് മുസ്ലിം ലീഗ് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർ ഞങ്ങളെല്ലാവരും നല്ല സൗഹൃദത്തിലാണ്. അത് സ്വാഭാവികമാണത്. അല്ല, ഇതൊരു പൊളിറ്റിക്സ് അല്ലേ. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ്. ആ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അതിൻ്റെ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് ലീഗിന് അല്ലെങ്കിൽ UDF ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ ആ രൂപപ്പെടുന്ന സാഹചര്യത്തോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യുക. അതിനുള്ള ശ്രമം ഞങ്ങൾ സ്വാഭാവികമായിട്ട് നടത്തുള്ളൂ.